ഇതിൽ നമ്മൾ പ്രാഥമികമായി നമ്മൾ പരിശോധിക്കുന്ന കാര്യം തന്നെ ലീഗിൻ്റെ നിലപാടും അത് UDF-ൽ എങ്ങനെ പ്രതിഫലിക്കും, മാത്രവുമല്ല മുഖ്യമന്ത്രി അവരെ ഏത് തരത്തിലാണ് അവരെ കൂടി വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകുക, എന്തായിരിക്കും ആ ചർച്ചകൾ എന്നൊക്കെയാണല്ലോ നമ്മൾ പ്രാഥമികമായി നോക്കുന്നത്. അതിനൊരു പ്രാധാന്യവുമുണ്ട് ലീഗ് ആയതുകൊണ്ട് തന്നെ എന്ന് തോന്നുന്നു. നിശ്ചയമായിട്ടും അതാണ് അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം. മദ്യനയം എങ്ങനെയാവും എന്താവും എന്നുള്ളതല്ല, മുസ്ലിം ലീഗിൻ്റെ നിലപാട് ഇതിനകത്ത് എങ്ങനെയാണെന്നാണ്. ഇപ്പോൾ മുസ്ലിം ലീഗ് എന്തോ എതിർപ്പുമായി രംഗത്തെത്തി എന്നുള്ള മട്ടിലാണ് കാണുന്നത്. പക്ഷേ അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ എതിർപ്പാണോ? ഞങ്ങൾ മദ്യത്തെ വീര്യം കുറഞ്ഞതും വീര്യം കൂടിയായുള്ള എല്ലാ മദ്യത്തെയും എതിർക്കുന്നു. പക്ഷേ സർക്കാരിൻ്റെ ഒരു നിലപാടുണ്ടാകുമല്ലോ. സർക്കാർ അതിൻ്റെ നിലപാടുമായിട്ട് മുന്നോട്ട് പോകും. ഞങ്ങൾക്ക് ഞങ്ങളുടെ നിലപാടുണ്ടാകും. ഇതല്ലേ അദ്ദേഹം പറഞ്ഞത്. പാണക്കാട് തങ്ങൾ അദ്ദേഹം അങ്ങനെയല്ലേ പറഞ്ഞത്. എന്ന് വെച്ചാൽ സർക്കാരിന് മദ്യനയം പ്രഖ്യാപിക്കുകയും ആ മദ്യനയത്തിൽ ഈ വീര്യം കുറഞ്ഞ മദ്യം എന്ന് പറയുന്നത് ഇപ്പോൾ പുതിയതായി പ്രപ്പോസ് ചെയ്തിരിക്കുന്ന ഈ സംഗതി ഈ നികുതി ഇളവോട് കൂടിയിട്ട് പ്രഖ്യാപിച്ച് കൊണ്ടുപോകണമെന്നാണെങ്കിൽ ലീഗിനെതിരല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ അർത്ഥം അത് സർക്കാരിൻ്റെ നിലപാടാണല്ലോ എന്നാണ്. ഇപ്പോൾ UDF ഇപ്പോൾ എന്താണ് ഈ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഒടുവിലത്തെ നില എന്താണ്? മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് UDF തീരുമാനമെടുക്കുമെന്നാണ്. UDF തീരുമാനമെടുത്താൽ അതിനനുസരിച്ചായിരിക്കും നടക്കുക എന്ന് തന്നെയാണ് ഈ എക്സൈസ് മന്ത്രി പറഞ്ഞതിൻ്റെയും അർത്ഥം. അപ്പോൾ UDF മദ്യനയത്തിനകത്ത് തീരുമാനമെടുക്കുക എന്നതിലേക്ക് വന്നിരിക്കുകയാണ് കാര്യങ്ങൾ. പക്ഷേ ഇതെല്ലാം നടക്കുന്നതിന് മുമ്പ് ഒരു മുന്നണിയിലെ ഘടകകക്ഷികളോട് സംസാരിക്കുകയോ സ്വന്തം പാർട്ടിയിലെ നേതാക്കളോട് സംസാരിക്കുകയോ സ്വന്തം പാർട്ടിയിലെ എക്സൈസ് മന്ത്രിയോട് തന്നെയോ സംസാരിക്കുകയോ ചെയ്യാതെ VD സതീശൻ ഇതിൻ്റെ ഈ വിൽപ്പനയ്ക്ക് അനുകൂലമായിട്ട് അന്തരീക്ഷം ഉണ്ടാക്കിയിരിക്കുന്നു നികുതി ഇളവിലൂടെ എന്നതാണല്ലോ നമ്മൾ കാണുന്നത്. അപ്പോൾ അതൊരു പ്രശ്നമാണ്, ഒരു റിയൽ ഇഷ്യൂ ആയിട്ടുണ്ട്. ആ റിയൽ ഇഷ്യൂവിനോട് മുസ്ലിം ലീഗ് എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് ചോദിച്ചാൽ, ഞങ്ങൾ വീര്യം കുറഞ്ഞതിനും വീര്യം കുറയാത്ത എല്ലാ മദ്യത്തിനും എതിരാണ്. മദ്യത്തിനെതിരാണ്, ഞങ്ങളുടെ നിലപാട് മദ്യത്തിനെതിരാണ്. പക്ഷേ മദ്യം വിൽക്കാനാണ് UDF തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ ഞങ്ങളൊന്നും മിണ്ടില്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ കാണുന്നത് എന്താണ്, ഇത് ഈ മദ്യത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഓർക്കണം, PMCയുടെ കാര്യത്തിൽ എന്താണോ മുസ്ലിം ലീഗിൻ്റെ നിലപാട് അത് തന്നെയാണ് ഇപ്പോഴും. ഇവിടെ ഇങ്ങനെയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം അത് പറഞ്ഞു. ഈ സമയത്താണ് നമ്മൾ യഥാർത്ഥത്തിൽ കഴിഞ്ഞ മുന്നണിയുടെ കാലത്തെ രണ്ടാം പാർട്ടിയായിട്ടുള്ള CPIയെ ഈ മുന്നണിയുടെ കാലത്തെ രണ്ടാം പാർട്ടിയായിട്ടുള്ള മുസ്ലിം ലീഗിനോട് ചേർത്ത് വെച്ച് നോക്കേണ്ടത്. നോക്കൂ, അവിടെ KM ഷാജിയെ പോലെ തീപ്പൊരി പ്രാസംഗികരോ മൈക്കങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിലപാടുകളുടെ രാജകുമാരനാകുന്ന ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുകയും ഇതാ അറബിക്കടലിൽ മൂപ്പരെ കാത്തുക്കുന്ന പോലെയാണ് തോന്നുന്നത്. അങ്ങനെ ഡയലോഗ് അടിക്കുക ബിഡൽസ് അടിക്കുക പോലുള്ള ആളുകളൊന്നും CPIക്കകത്തില്ല. രാജൻ വന്നിട്ട് എന്തെങ്കിലും ബഹളം ഉണ്ടാക്കി സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടോ? ഇല്ല. ബിനോയ് വിശ്വം ഇളം തന്നൽ പോലെയാണ് സംസാരിക്കുക. ബഹളം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ല. പക്ഷേ CPI ഒരു കാര്യം പറഞ്ഞു, PMC ഒപ്പിട്ടപ്പോൾ നടക്കില്ല കേട്ടോ എന്ന് പറഞ്ഞു. അതിനനുസരിച്ച് ഈ കേരളത്തിനകത്ത് ഇപ്പോൾ എക്സൈസ് മന്ത്രി തന്നെ പറഞ്ഞില്ല എസ്ബോസ്, ആ എസ്ബോസ് സംസ്കാരത്തിൻ്റെ അപ്പോസ്തലനാണെന്ന് പറയുന്ന പിണറായി വിജയൻ തന്നെയും വഴങ്ങി ഒപ്പിട്ട കാര്യം മരവിപ്പിച്ചു എന്ന് VD സതീശൻ പറഞ്ഞാണല്ലോ. മരവിപ്പിച്ചു. ആരാണ് എതിർത്തത്? CPI. ആ മുന്നണിയിലെ രണ്ടാം പാർട്ടി എതിർത്തു. ഇവിടെ മുസ്ലിം ലീഗ് ഈ മുന്നണിയിലെ രണ്ടാം പാർട്ടിയാണ് PMC. അവരൊപ്പിട്ടതുകൊണ്ട് ഞങ്ങൾ ഒപ്പിടും. അത് അവരുടെ മന്ത്രി പറഞ്ഞാണ് എൻ ശംസുദ്ദീൻ. PMC ഒപ്പിടണമെന്ന അഭിപ്രായമുള്ള ആളാണ് ഞാൻ കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുണ്ട് PMC ഒപ്പിടണം എന്നാലേ ആ പണം കിട്ടൂ സംസ്ഥാനത്തിന് എന്ന അഭിപ്രായമുള്ള ആളാണ് ഞാൻ. ബാക്കി കാര്യം പിന്നെ നോക്കാം എന്ന അഭിപ്രായമുള്ള ആളാണ് ഞാൻ. പക്ഷേ ബിഡൽസ് അടിച്ചിട്ട് എന്നുവെച്ചാൽ ഭയങ്കര ഡയലോഗ് അവിടുന്ന് അടിച്ചിട്ട് പിന്നെ വന്നിട്ട് ഈ കാര്യങ്ങൾ പറയുന്ന പരിപാടി CPI ചെയ്യില്ല. ലീഗ് അതല്ലേ ചെയ്യുന്നത്. മദ്യത്തിൻ്റെ കാര്യത്തിൽ തങ്ങൾ പറയാണ് ഞങ്ങൾ എല്ലാ മദ്യത്തിനും എതിരാണല്ലോ, നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ ഇവർ കൂടെ അംഗമായിരിക്കുന്ന ഇവർ രണ്ടാം കക്ഷിയായുള്ള UDF-നകത്ത് കഴിഞ്ഞ രണ്ടാം കക്ഷിയായിട്ടുള്ള CPI ചെയ്തതുപോലെ ഇത് പാടില്ല കുട്ടികളെ, ഇത് നമ്മൾ മദ്യം വിൽക്കാൻ പാടില്ല. ഇങ്ങനെ ഇതിന് പ്രത്യേകിച്ച് ഒരു പുതിയ ഏരിയയിലെ മദ്യവും കൂടെ ഇപ്പോൾ ഒഴുകുന്നതൊക്കെ ശരി, പക്ഷേ പുതിയ ഏരിയയിലൊരു മദ്യവും കൂടെ ഈ നാട്ടിൽ ഇറക്കരുത് എന്ന് എഴുന്നേറ്റ് എന്ന് പറയാൻ ഇവർക്ക് പറ്റുന്നുണ്ടോ? പറ്റില്ല. ശ്യാമിന് നോക്കിക്കോളൂ. ഇത് ഇന്നല്ലെങ്കിൽ നാളെ ഈ സർക്കാരിൻ്റെ കാലത്ത് ഈ പറയുന്ന വീര്യം കുറഞ്ഞ മദ്യം ഇതേ നിലക്ക് തന്നെ VD സതീശൻ വിചാരിച്ചതുപോലെ തന്നെ ഈ നാട്ടിലുണ്ടാകും, നിലവിൽ വരും. ഞാൻ രണ്ട് കാര്യങ്ങളാണ് പ്രവചിച്ചു. ഒന്ന് PMC, ആ കാര്യം ഏതാണ്ട് ശരിയാകുന്ന ട്രാക്കിലേക്കാണല്ലോ പോകുന്നത്. ഇതും നടക്കും. ഒരുപക്ഷെ ഒരല്പം വൈകിയേക്കാം. ലീഗ് മിണ്ടില്ല. എന്തുകൊണ്ടാണെന്നറിയോ? ലീഗ് സംഘടനാപരമായിട്ട് വളരെ ശക്തിയുള്ള പാർട്ടിയാണ്, രാഷ്ട്രീയമായിട്ട് ദുർബലരാണ് എന്ന് നമ്മളിപ്പോൾ കണ്ടു. CPI സംഘടനാപരമായിട്ട് ഇവരുടെ അത്ര ശക്തിയുള്ള പാർട്ടിയൊന്നുമല്ല. ഇവർക്കുള്ളത്രക്ക് വലിയ വോട്ട് ബാങ്കും ഇല്ല, ഇവർക്കുള്ളത്രക്ക് വലിയ സംഘടനാ ശരീരവുമില്ല, ഇവർക്കുള്ളത്രക്ക് വലിയ കേഡർ സംവിധാനവും CPIക്ക് ആ അർത്ഥത്തിൽ നോക്കിയാൽ. പക്ഷേ CPIക്ക് രാഷ്ട്രീയ ശക്തിയുണ്ട്. CPI ഒരു കാര്യം തീരുമാനിച്ചു, ഇതാണ് ഞങ്ങളുടെ നിലപാട്, അവരത് നടപ്പാക്കി. മുസ്ലിം ലീഗോ രാഷ്ട്രീയമായിട്ട് സംഘടനാപരമായിട്ട് വാൻ കരുത്തരാണ്. നേതാക്കളൊക്കെ എന്താ തീപ്പൊരികൾ. രാഷ്ട്രീയം എന്നൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ വിറക്കും. പക്ഷേ അവർ കാര്യത്തോടെടുക്കുമ്പോൾ അവർ രാഷ്ട്രീയമായിട്ട് ദുർബലരാണെന്ന് തെളിഞ്ഞു. രാഷ്ട്രീയ ദുർബലരാണ് ഇവർ എന്ന കാര്യത്തിന് ഒരുപാട് തെളിവുകൾ വേറെയുണ്ട്. അവിടെ പിന്നെ നിർണായകമായിട്ടുള്ള കാര്യങ്ങൾ പാർലമെൻറ്റിൽ നടക്കുമ്പോൾ വോട്ട് ചെയ്യാൻ പറ്റാത്ത നേതാക്കളുള്ള പാർട്ടിയാണത്. ഇതുപോലുള്ള വർത്തമാനം പറയുന്നത്. പിന്നെ ഒരു കാര്യം, അതായത് പല കാര്യങ്ങളുമൊക്കെ നോക്കിയിട്ട് മാത്രമേ ഇതുപോലൊരു സംവിധാനത്തിനകത്ത് ഇതുപോലൊരു കാലത്തൊരു പാർട്ടിക്ക് പ്രവർത്തിക്കാൻ പറ്റൂ
എന്നത് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് പക്ഷേ അപ്പോൾ പിന്നെ ആ നിലപാടെടുത്തേക്കണം. പിന്നെ ഞങ്ങളങ്ങ് ഡയലോഗ് അടിച്ചേക്കാം എന്ന് വിചാരിച്ചിട്ട് അത് പിന്നെ ഞങ്ങൾ വിയോജിച്ചുകൊണ്ട് യോജിക്കുന്നു അല്ലെ യോജിച്ചുകൊണ്ട് വിയോജിക്കുന്നു അങ്ങനെ എന്തോ ആൾക്കാർക്ക് മനസ്സിലാത്തൊരു കാര്യമാണ് ഈ തീപ്പൊരി KM ഷാജി പറഞ്ഞത്. അതായത് വിയോജിച്ചുകൊണ്ട് യോജിക്കുന്നു. കാര്യം പറഞ്ഞാൽ പോരെ, ഞങ്ങളുടെ മുന്നണി തീരുമാനിക്കും, UDF ഇങ്ങനെയാണ്, അതായത് ഇങ്ങനെയാണ്, ഇത് വരുമാനം വേണം, നാട്ടിന് വരുമാനം വേണം. എന്തുകൊണ്ടാണ് PMC ഒപ്പിടേണ്ടി വരുന്നത്? വരുമാനം വേണം, പണം വേണം, പണമില്ലാതെ കാര്യം നടക്കില്ല. എന്തുകൊണ്ടാണ് മദ്യം, വീര്യം കുറഞ്ഞ മദ്യം നികുതി ഇളവ് കൊടുത്തിട്ട് നാട്ടിലേക്ക് വിൽപ്പന നടത്താൻ പറയുന്നത്? സംസ്ഥാനത്തിൽ അതിൻ്റെ വരുമാനം വേണം. അത് മനസ്സിലാക്കുന്ന കാര്യമേ ഉള്ളൂ എല്ലാവർക്കും, നാട്ടുകാർക്കല്ലാതെ മനസ്സിലാവും. അതിനോട് എന്നാൽ പോരെ. ഇത് മറ്റേ എന്താണ് കക്ഷത്തിലുള്ളത് എന്ന് വെച്ചാൽ ഇവരുടെ ഞങ്ങൾ വലിയ ശക്തരായ പാർട്ടിയാണ്, ഞങ്ങൾ തീപ്പൊരികളാണെന്നുള്ള കാര്യം വേണം താനും മുകളിൽ എടുക്കുകയും വേണം. ആ പരിപാടി നാട്ടുകാരുടെ മുമ്പിൽ ദുർബലമായി പോകും. ഇവർ ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും നല്ല കാര്യമല്ലേ VD സതീശൻ ചെയ്യുന്നത്? അദ്ദേഹത്തിനൊരു സ്റ്റാൻഡുണ്ട്, അദ്ദേഹം വരുന്നു, ആ സ്റ്റെപ്പ് ഒട്ടും വൈകാതെ ആ കാര്യങ്ങളെല്ലാം നടപ്പാക്കുന്നു. അല്ലേ പിന്നെ ഇപ്പോൾ തങ്ങൾ വന്നിട്ട് ഞങ്ങൾ അതിനൊക്കെ എതിരാണ്, ഇതിനെതിരാണ്, മറ്റേതിനെതിരാണ് എന്നൊന്നും പറയേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഇത് നമ്മൾ ഇതിൽ കൂടുതൽ പറഞ്ഞാൽ ലീഗുകാരെല്ലാം വന്നിട്ട് നമ്മളെ താഴെ ഈ ലിങ്കിൻ്റെ താഴെ നമ്മളെ ചീത്ത വിളിക്കും. നമ്മളെ അതിനേക്കാൾ നല്ലത് അതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല. എന്തായാലും നമ്മൾ കേരളം വിലയിരുത്തുകയാണ്. വന്നിട്ട് 2 മാസം ആകുന്നതിന് മുമ്പ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തെ ആ മുന്നണിയിലെ രണ്ടാം പാർട്ടിയേക്കാൾ രാഷ്ട്രീയമായിട്ട് എത്രയെത്രയോ ദുർബലരാണ് ഈ മുന്നണിയിലെ. സംഘടനാപരമായിട്ട് ശക്തരാണെങ്കിലും ഈ മുന്നണിയിലെ രണ്ടാം കക്ഷിയായ മുസ്ലിം ലീഗ് എന്ന് നാട്ടുകാർക്ക് ബോധ്യപ്പെടാൻ മറ്റൊരവസരം എന്ന് കണ്ടാൽ മതി.